നിങ്ങൾക്ക് എക്സെപ്ഷണൽ ആയിട്ടുള്ള മെമ്മറി വേണോ? ബ്രെയിൻ സ്ട്രക്ചർ തന്നെ മാറ്റുന്ന വേദമന്ത്രങ്ങളുണ്ട്. ഞാനൊരു അത്ഭുതം പറഞ്ഞതല്ല. ചരിത്രം തിരുത്തി എഴുതിയ ഒരു മഹാരാഷ്ട്രക്കാരൻ 19 വയസ്സുകാരനായ ദേവവ്രത് മഹേഷ് രേഖെ, അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞോ? യജുർവേദത്തിലെ 2000-ഓളം വരുന്ന മന്ത്രങ്ങളുടെ ഏറ്റവും കഠിനമായ ദണ്ഡപാഠം അക്ഷരമോ സ്വരമോ മാത്രയോ ഒന്നും തെറ്റാതെ വെറും 50 ദിവസങ്ങൾ കൊണ്ട് ഓർമ്മയിൽ നിന്നും ചൊല്ലിക്കേൾപ്പിക്കുകയാണ് ദേവവ്രത്. 200 വർഷങ്ങൾക്ക് മുൻപ് വേദമൂർത്തി നാരായണ ശാസ്ത്രി ദേവ് 100 ദിവസങ്ങളെടുത്ത് സൃഷ്ടിച്ച റെക്കോർഡാണ് അതിൻ്റെ പകുതി സമയം മാത്രമെടുത്ത് ദേവവ്രത് മറികടന്നത്. ഇതിനായി 25 ലക്ഷം വാക്കുകളാണ് സ്വരസഹിതം ദേവവ്രത് മെമ്മറിയിൽ സൂക്ഷിച്ചത്. ഈ എക്സെപ്ഷണൽ മെമ്മറിക്ക് കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? 2014 യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസ് ഹെൽത്ത് സയൻസ് സെൻറ്ററിൽ നിന്നുള്ള ഒരു പഠനമുണ്ട്. 2016 ജെയിംസ് ഹാർട്ട്സലിൻ്റെ ഒരു പഠനമുണ്ട്. 2021 സെൻറ്റർ ഫോർ ബയോമെഡിക്കൽ റിസർച്ചിൽ നിന്നുള്ള ഒരു പഠനമുണ്ട്. എല്ലാം പറയുന്നത് വർഷങ്ങളായി വേദമന്ത്രങ്ങൾ ചൊല്ലുന്ന വേദപാഠികളുടെ ബ്രെയിനിൽ ഓർമ്മശക്തിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾക്ക് കട്ടിക്കൂടി വരുന്നു എന്നാണ്. കഴിഞ്ഞ വർഷം ദി ഇൻ്റർനാഷണൽ ജേർണൽ ഓഫ് ഇന്ത്യൻ സൈക്കോളജിയിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് വർഷങ്ങൾ പോലും ആവശ്യമില്ല, ദിവസം 9 തവണ വെച്ച് വെറും 1 മാസം യജുർവേദീയ മേധാസൂക്തം ചൊല്ലിയതിലൂടെ, ഞാൻ ഒന്നുകൂടി പറയാം, കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷനിൽ കഴിഞ്ഞ 20 വർഷമായി പഠിപ്പിക്കുന്നതാണ് മേധാസൂക്തം. ഈ പഠനത്തിൽ പറയുന്നത് 9 തവണ വെച്ച് വെറും 1 മാസം യജുർവേദീയമായ മേധാസൂക്തം ചൊല്ലിയതിലൂടെ മെമ്മറിയിൽ കാര്യമായി ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടായി എന്നാണ് പഠനം പറയുന്നത്. ഒരു വശത്ത് മൊബൈൽ ഫോൺ യൂസ് കാരണം ആളുകളിൽ മെമ്മറി പവർ കുറഞ്ഞു വരുന്നതായി തുടരെ കണ്ടെത്തിക്കൊണ്ടിരിക്കുമ്പോൾ, മറുവശത്ത് അതിനുള്ള മറുമരുന്നും ജൻസിയായ ദേവവ്രതിനെ പോലുള്ളവർ കാട്ടിത്തരുന്നുണ്ട്. വേദിക് ചാൻറ്റിങ്ങിലൂടെ മെമ്മറി പവർ വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. തീർച്ചയായും വേദം പഠിക്കൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. നമസ്തേ.